സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേവനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരി ഹംദഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ബാലലീലകൾ വർണ്ണിച്ചു തുടങ്ങുകയാണ് കവി ആദ്യത്തെ ശ്ലോകത്തിൽ. ഐ സബല മുരാരേ പാണിജാനു പ്രചാരേ കിമഭി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ. ബലരാമനും ഉണ്ട്, ശ്രീകൃഷ്ണനും ഉണ്ട്. അതുകൊണ്ടാണ് എന്തൗ. സംസ്കൃതത്തിൽ മാത്രമാണ് ഈ ദ്വിവചനം ഉള്ളത്. ഇതൊക്കെ ഏകവചനം ബഹുവചനം മാത്രമേ ഉള്ളൂ എല്ലാ ഭാഷയിലും. ഈ ദ്വിവചനം എന്ന് പറഞ്ഞിട്ടൊന്നാണ് ഊചതു, ഊചു ഉവാച, ഊചു ഊചതു, സുനന്ദനന്ദ ഊചതു. രണ്ടാൾക്കാർ പറഞ്ഞു എന്ന് പറയാൻ ഊചതു എന്ന് പറയും. കുറേ ആൾക്കാർ പറയുകയാണെങ്കിൽ ഊജു എന്ന് പറയും. ഒരാളെ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ഉവാച എന്ന് പറയും. ഉവാച, ഊചതു, ഊജു, 3 ഫോംസാണ്. ഇവിടെ ഭവന്തൗ, ഭൂഷയന്തൗ, ചരണകഞ്ചൗ, മഞ്ജുമഞ്ജീരസിഞ്ചൗ, ശവണകുതുകബാജൗ ഒക്കെ ദ്വിവചനാണ്. രാമനും കൃഷ്ണനുള്ളതാണ് ഔ ഔ എന്ന് വന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ല വരിക. ഒരാളാച്ചാൽ അല്ലെങ്കിൽ പല ആൾക്കാരാണെങ്കിലും അതല്ല വരിക. രണ്ടാളായതുകൊണ്ട് ഒരു ചിലമ്പിൻ്റെ മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളെ കൊണ്ട് വീടിൻ്റെ ഓരോരോ ഭാഗം അലങ്കരിച്ചു. ശബ്ദാലങ്കാരമുണ്ട്, കണ്ണിന് അലങ്കാരമുണ്ട്. അവരെ കാണുക എന്നുള്ളത് കണ്ണിൻ്റെ അലങ്കാരം, അവരുടെ ശബ്ദം കേൾക്കുക എന്നുള്ളത് ചെവിക്ക് അലങ്കാരം. അപ്പോൾ വീടിൻ്റെ വിവിധ ഭാഗത്തെ അലങ്കരിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ മുട്ടുകുത്തി അങ്ങനെ എല്ലാ സ്ഥലത്തും എത്തുന്ന പ്രായമാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിരിക്കണു. മൃദുമൃദുവികസന്ധാവുന്മിഷദ്ദന്തവന്തൗ ഇടന്തൗ തുടരാണ് ദ്വിവചനം. വദനപതിത കേശൗ, കണ്ടോ, കേശൗ വദനപതിത കേശൗ ദൃഷ്ടപാദാബ്ജദേശൗ കുജഗളിത കരാന്തൗ. കൂടി ചേരുമ്പോൾ കുജഗളിത കരാന്ത വ്യാലകാത്നായതാണ്. കരാന്തൗ പിരിക്കുമ്പോൾ കരാന്തൗ, കൂട്ടിച്ചേരുമ്പോൾ കരാന്ത വ്യാലകാർക്കങ്കണാംഗൗ ഒക്കെ ദ്വിവചനം. മതിമകരതമുച്ചൈ പശ്യതാം വിശ്വനീണാം മൃദുമൃദുവികസന്ധാവുന്മിഷദ്ദന്തവന്തൗ മന്ദഹാസം പൊഴിക്കുന്നവരും. വികസന്തൗ വളരെ മനോഹരമായിട്ട് പുഞ്ചിരി തൂകുമ്പോൾ, ഉന്മിഷദ്ദന്തവന്തൗ മുളച്ചു വരുന്ന മനോഹരമായിട്ടുള്ള പല്ലുകൾ, അരിപ്പല്ലുകൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മുടെ പല്ലിനേക്കാളും കുട്ടികളുടെ ചെറിയ പല്ലല്ലേ, അങ്ങനെ അവർ ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതാണ് ഇവിടെ പറഞ്ഞത്. വികസന്തൗ മനോഹരമായി പുഞ്ചിരിക്കുമ്പോൾ, ദന്തവന്തൗ പുറമേക്ക് കാണുന്ന ചെറിയ പല്ലുകളുടെ ഭംഗി എല്ലാവരും ആസ്വദിച്ചിരുന്നു. വദനപതിത കേശോ ദൃശ്യപാദാബ്ജദേശോ. മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ, മനോഹരമായിട്ടുള്ള വർണ്ണനകൾ. മുഖത്തേക്ക് വീണ തലമുടിയോട് കൂടിയവരും. തലമുടി ഇങ്ങനെ കുറച്ചിങ്ങനെ നീണ്ടാൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകുമ്പോൾ തലമുടി ഇങ്ങനെ ഇളകും ഇല്ലേ. ഈ കൊട്ടുകാരൊക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ ചിലപ്പോൾ ഈ തലമുടിയൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ടൊരു കൊട്ടുണ്ട്. കുറച്ചിങ്ങനെ കേമത്തം കാണിക്കുന്നവർ തലമുടി ഇങ്ങനെ ഇളകും. എന്ന പോലെ ഈ തലമുടി മുഖത്തേക്ക് ഇങ്ങനെ വീണ് കുറേശ്ശെ കണ്ണിൻ്റെ മീതേക്ക് ഇങ്ങനെ ആയി കാണാണ്ട് കഴിയുമ്പോൾ അതിങ്ങനെ ഒതുക്കും. മുറിച്ചിട്ടില്ല തലമുടി, അതുകൊണ്ടാണ് അങ്ങനെ വലുതാവണത്. വദനപതിത കേശവും മുഖത്തേക്ക് കുറേശ്ശെ ആയി വീണ് തീർന്ന ആ തലമുടി. രണ്ടാളിലാണ് കേശവും എന്ന് വന്നത്. കേശ എന്നേ വേണ്ടു. രണ്ടാളായതുകൊണ്ട് കേശവും. വദനപതിത കേശവും ദൃശ്യപാദാബ്ജദേശവും കണ്ണിറയെ കാണുവാൻ വകയുള്ള കാലുകളുടെ
ഉള്ളനടികൾ ഉള്ളവരും, കാലിൻ്റെ ഉള്ളംകാല് യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്ത, പലപ്പോഴും താമരപ്പൂവിൻ്റെ എതളിനോട് ഉപമിക്കും ചുവന്ന പാദങ്ങൾ. ഭക്താനാം കാമവർഷ്ട ഇതരകിസലയം നാഥതേ പാദമൂലം. ആ പാദമൂലത്തെ ധ്യാനിച്ചിട്ടല്ലേ ഭക്തന്മാരെല്ലാം നേടുന്നത്, വേറൊന്നുകൊണ്ടല്ല. ഉള്ളംകാല് മനസ്സിനെ തെളിഞ്ഞീട് വന്നാൽ, ആ നാട് വിളിച്ചാൽ ആ പാദപത്മങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കുന്ന തെളിയൽ കൊണ്ട് തന്നെ അവരുടെ ദുഃഖങ്ങൾ തീരുന്നു. അതാണ് യോഗീന്ദ്രാണാം ത്വദംഗേഷ് അധികസു മധുരം. യോഗികൾക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ അവയവങ്ങളിൽ ഭഗവാന്റെ പാദമാണ്. ഭക്തന്മാർക്കെല്ലാം നൽകുന്നതായിട്ടുള്ള ദൃശ്യപാദാബ്ജ ദേശവും പാദപ്രദേശങ്ങൾ, മനോഹരമായിട്ടുള്ള ആ പാദങ്ങൾ കണ്ടു കാണത്തക്ക വിധത്തിൽ ആയിരുന്നു. വിജഗളിത കരാന്തയാലകൾ. അപ്പോൾ ഈ കൈകളിൽ വളയിട്ടിട്ടുണ്ടാവും. അതിങ്ങനെ ആ ഇട്ട സ്ഥാനത്ത് നിന്ന് മണിക്കണ്ടം വഴി കീഴ്പ്പെട്ട വണ്ണം കൂടിയ ഭാഗത്തേക്ക് തന്നെ വീഴും. ബാച്ചക്ക ലൂസായ ചിലപ്പോൾ നമ്മളിങ്ങനെ കീഴ്പ്പെട്ട് വരും. അതല്ലേ ഇവിടെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ അണിഞ്ഞതായിട്ടുള്ള വളകൾ ക്രമേണ കീഴ്പ്പെട്ട് ഊർന്ന് അങ്ങനെ വീണതായിട്ടും. ഭുജഗളിത കരാന്തവ്യാലകൾ കങ്കണാംഗവും. കങ്കണം കയ്യിൽ ധരിച്ചിട്ടുള്ള വളകൾ. കങ്കണാംഗവും നിങ്ങൾ രണ്ടുപേരും, രണ്ടുപേർക്കാണ് അംഗൗ. പശ്യതാം വിശ്വനീണാം മതി ഉച്ചേ അഹരതം. ലോകത്തിലുള്ള ആൾക്കാർ മുഴുവനെ കണ്ട് അളവറ്റ ആനന്ദമനുഭവിച്ചു. മതിം ഉച്ചൈ അഹരതം. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥമാണ് സംസ്കൃതത്തിൽ. മതി മലയാളത്തിലത്തെ മതിയല്ല, ബുദ്ധി. ബുദ്ധിയെ അപഹരിച്ചു, മനസ്സിനെ അപഹരിച്ചു എന്നർത്ഥം. ഉച്ചൈ അഹരത. എല്ലാവരുടെ മനസ്സിനെയും ഈ വക ഭാവങ്ങൾ, രാമകൃഷ്ണന്മാരുടെ മനോഹരമായിട്ടുള്ള ഈ ലീലകൾ എല്ലാവരുടെ മനസ്സിനെയും ആകർഷിച്ചു. എന്തൊക്കെയാണ് ഇപ്പോൾ ആകർഷിച്ചത്? മനോഹരമായിട്ടുള്ള പുഞ്ചിരി കൊണ്ട് പുറമേക്ക് കാണുന്നതായിട്ടുള്ള ചെറുതായ പല്ലുകൾ. പതനപതിത കേശോദിശപാദാബ്ജദേശവും. മുഖത്തേക്ക് കുറേശ്ശെ ഊർന്ന് വീണതായിട്ടുള്ള തലമുടികൾ. ഭുജഗളിത കരാന്തപ്യാലകൾ കങ്കണാംഗവും. വളകൾ സ്വസ്ഥാനത്ത് നിന്ന് കുറച്ച് താഴത്തേക്ക് വീണതായിട്ടുള്ള രീതികൾ. മതി ബുദ്ധി. മതിമഹരത മുച്ചൈ പശ്ചതാം വിശ്വനൃണാം. എല്ലാ മനുഷ്യന്മാരും അവിടെ നോക്കി ആരൊക്കെ ഭഗവാനെയും രാമനെയും കണ്ടിട്ടുണ്ടോ അവരെ മുഴുവൻ ആകർഷിച്ച് അത് നോക്കി നിന്നു. അവരുടെ പ്രവൃത്തികളൊക്കെ നിർത്തിവെച്ച് ഇവരുടെ സഞ്ചാരവും മുട്ടുകുത്തലും കണ്ടു നിന്നു ഗുരുവായൂരപ്പാന്ന് പറയാണ്. സാധാരണ ഒരു കുട്ടി മുട്ടുകുത്തി കളിക്കുമ്പോൾ തന്നെ സുഖം ഉണ്ടാവും കാണാൻ, ഇല്ലേ? മുട്ടുകുത്തലും ഇടയ്ക്ക് കൈൻ്റെ ഇടയിൽ കൂടെ നോക്കലും കൗതുകം ഉളവാക്കുന്നതാണ്. അപ്പോൾ അത് സാക്ഷാൽ ഭഗവാനായാൽ അതെങ്ങനെ കൗതുകം ഇല്ലാണ്ടിരിക്കുക? അതെങ്ങനെ കണ്ടു നിൽക്കാതിരിക്കും? അനുസരതി ജനൗകേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാദം യാകസന്തോ ദ്രവന്തോ വലിതവദനപത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവന വിദദാദേ കൗതുകം വാസുദേവാ. എല്ലാ ശ്ലോകങ്ങളാണ് കേട്ടോ. അനുസരതി ജനൗഹേ. മുട്ടുകുത്തി പോകുമ്പോൾ ചില ആൾക്കാർ രാമകൃഷ്ണന്മാരെ പിടിക്കാൻ പിന്നാലെ അങ്ങനെ പോവും. ഒന്ന് പിടിക്കാൻ കിട്ടുമോ, തൊടാൻ കിട്ടുമോ, എടുക്കാൻ കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനൗഹേ കൗതുക വ്യാകുലാക്ഷേ അനുസരതി. അനുസരതി എന്നുള്ള വാക്കാണ് ഇവിടെ. പിന്നാലെ പിന്തുടരുന്നു, പിടിക്കാൻ. അനുസരതി. എന്തിനാണ് പോകുന്നത്? ജനൗഖേ, ജനക്കൂട്ടങ്ങൾ. കൗതുക വ്യാകുലാക്ഷേ, കൗതുകം നിമിത്തം പിടിക്കാൻ ചെല്ലുമ്പോൾ, കൗതുകത്തോടു കൂടി നോക്കി പിടിക്കാൻ ചെല്ലുമ്പോൾ. കിമപികൃത നിനാദം യാകസന്തൗ ദ്രവന്തൗ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ കാലുകളിൽ ഇട്ട ചിലമ്പുകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നാക്കം തിരിഞ്ഞു നോക്കത്രേ ഭഗവാൻ. എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് നിശ്ചയില്ലാണ്ടേ. ഭഗവത് ലീലകളുടെ ആ മഹത്വം നോക്കും. എല്ലാവരും നമ്മൾ ചെയ്യണതാണെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന ഈ ബാലലീലകൾ വർണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി,
അതുതന്നെയാണ് ഈ കൃഷ്ണലീലകളുടെ ഏറ്റവും പ്രത്യേകത. നമ്മൾ വേറെ ഏതൊരു ഉപാസനയായിക്കോട്ടെ, വേറെ ഏത് ശ്രവണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ ഒരു മനസ്സിൻ്റെ ഭാവം, മനസ്സിൽ കിട്ടുന്നതായിട്ടൊരു നിർവൃതി വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പിച്ച് പറയാം. കിമഭികൃത നിനാദം വ്യാകസന്തോ ദ്രവന്തോ. ചിലമ്പ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലേ, മുട്ടുകുത്തി ഇങ്ങനെ പോണ സമയത്തേ. വലിതവദന പത്മം പെട്ടതോ ദത്ത ദൃഷ്ടി. ഒന്നിങ്ങനെ ആ മുഖം പിന്നാക്കം തിരിച്ച് ഭഗവാനും രാമനും നോക്കും. പിന്നാക്കം ഈ ആൾക്കാർ വരുമ്പോഴേ, ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു വേഗത ഒന്ന് കൂട്ടും. അങ്ങനെയൊന്നും ഞങ്ങളെ പിടിക്കാൻ കിട്ടില്ല എന്ന ഭാവത്ത് വേഗത കൂട്ടി നടക്കും അവർ. മുട്ടുകുത്തി ഓടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഉണ്ടാവണം ആ ഒരു ശബ്ദം, ചിലമ്പിൻ്റെ ശബ്ദം. ഈ ഓടുമ്പോൾ ചിലമ്പിൻ്റെ ശബ്ദം എവിടെ നിന്നാണ് എന്ന് അറിയാതെ എന്ന് നടിച്ച് അവർ കാട്ടിക്കൂട്ടും, എവിടുന്നാണ് വരുന്നതെന്ന് അറിയാതെ. കിമിവന വിധന ബലിതവദന പത്മം പൃഷ്ഠതോ ദത്ത ദൃഷ്ടി. പിന്നാക്കം നോക്കുക, പൃഷ്ഠതോ പിൻഭാഗം, ദൃഷ്ടി കണ്ണ്. പിന്നാക്കം കണ്ണാക്കിയിട്ട് ആ മുഖം വെട്ടിത്തിരിച്ചിങ്ങനെ നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും കൂടി ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിക്കുക. വാസുദേവ, എന്തൊരു രസമായിരുന്നു ആ ഓട്ടം. എല്ലാ ശബ്ദത്തിൻ്റെയും നാഥനാണ് ഭഗവാൻ. ആ ഭഗവാൻ തൻ്റെ കാലിൽ നിന്ന് വരുന്ന ശബ്ദം എവിടുന്നാണ് നിശ്ചയില്ലാത്ത പോലെ നടിച്ച് കാല് ഇങ്ങനെ വേഗം വേഗം ഓടി ആ ശബ്ദത്തെ എവിടുന്നാണ് എന്ന് അറിയാൻ ശ്രമിച്ചു, പിന്നാക്കം നോക്കിയിട്ട്. അനുസരതി ജനൗകേ കൗതുക വ്യാകുലാക്ഷേ. കൗതുകത്തോടു കൂടിയുള്ള കണ്ണുകളോടുകൂടി അക്ഷേ ഇവർ പിന്നാലെ ഓടി. കിമഭി കൃത നിനാദം വ്യാകസന്തോ ദ്രവന്തോ. ചിലമ്പ് നിനാദം സൃഷ്ടിച്ചു, ശബ്ദം സൃഷ്ടിച്ചു. ആ ശബ്ദത്തെ എവിടെ നിന്നാണ് എന്നറിയാനാണ് ഭഗവാൻ നോക്കിയത് എന്നാണ് ഭാവം. വലിതവദന പത്മം, പിന്നാക്കം നോക്കിയതായിട്ടുള്ള താമരപ്പൂ പോലെയുള്ള മുഖം. വദനപത്മം, താമരപ്പൂ പോലെയുള്ള മുഖം. പൃഷ്ഠതോദത്ത ദൃഷ്ടി കിമവന വിധതാദേ കൗതുകം വാസുദേവ. ആത്മതത്വങ്ങൾ വിവരിക്കുമ്പോൾ തോന്നുന്നു അതന്നെ കേമം. ബാലലീലകൾ വിവരിക്കുമ്പോൾ തോന്നുന്നു ഇതന്നെ കേമെന്ന്. ശരി, ഇതന്നെ മതിയിട്ടോ, കുറേ ശ്ലോകങ്ങളായിക്കോട്ടെ. എന്ത് രസമാണ് കേൾക്കാൻ. അപ്പം ആകുന്നതായിരുന്നു നാരായണി ഏതേത് ഭാഗമാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല. ബാലലീലകളിപ്പോൾ വർണ്ണിക്കുമ്പോൾ തോന്നുന്നു അതന്നെ രസം. ആത്മതത്വങ്ങൾ വർണ്ണിക്കാൻ തോന്നുന്നു അതന്നെയാണ് കേമം. അങ്ങനെ മുട്ടുകുത്തി പിന്നാക്കം ആ ചിലമ്പിൽ നിന്ന് ഉള്ള ശബ്ദം എവിടെ നിന്നാണ് എന്നറിയാനുള്ള കൗതുകത്തോടു കൂടി പിന്നാക്കം തിരിഞ്ഞ് നോക്കി താമരപ്പൂവിലുള്ള മുഖം തിരിച്ചു. എല്ലാവരും അത് ആസ്വദിച്ചു. എന്തൊരു കൗതുകമാണ് ഗുരുവായൂരപ്പ അത് സൃഷ്ടിച്ചത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.